വേദവ്യാസന്റെ നിർദ്ദേശമനുസരിച്ച് പാണ്ഡവർ കുന്തിയോടൊപ്പം ഏകചക്രയിൽ നിന്നും പാഞ്ചാല രാജ്യത്തേക്ക് യാത്ര പുറപ്പെട്ടു. അനേകം ഗ്രാമങ്ങളും വനങ്ങളും താണ്ടി വേണം പാഞ്ചാലത്തെത്താൻ. അതുകൊണ്ട് അധികം എവിടെയും വിശ്രമിക്കാൻ നിൽക്കാതെ വേഗത്തിൽ തന്നെ അവർ യാത്ര തുടർന്നു. രാത്രിയിൽ കയ്യിൽ തീപ്പന്തവുമേന്തി അർജുനൻ മുന്നിൽ നടക്കും. പിറകെ അമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഭീമൻ, അതിൻ്റെയും പിറകിൽ ബാക്കിയുള്ളവർ. അങ്ങനെ വനത്തിൽ കൂടി രാത്രിയിൽ വളരെ കഷ്ടപ്പെട്ട് സഞ്ചരിക്കുകയായിരുന്ന അവരുടെ മുന്നിലേക്ക് പെട്ടെന്നൊരു ഗന്ധർവൻ ചാടി വീണു. അങ്കാരപർണൻ എന്നായിരുന്നു അയാളുടെ നാമം. ഗന്ധർവന്റെ ധിക്കാരത്തോടെയുള്ള വാക്കുകൾക്ക് അതേ സ്വരത്തിൽ തന്നെ അർജുനനും മറുപടി നൽകി. തന്റെ സഖിമാരായ സ്ത്രീകളുമൊത്ത് അടുത്തുള്ള നദിയിൽ ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാണ്ഡവർ അതുവഴി പോയി അയാളുടെ സൗരവിഹാരത്തെ തടസ്സപ്പെടുത്തിയെന്നായിരുന്നു ആക്ഷേപം. കോപാകുലനായ ഗന്ധർവൻ മധ്യപാണ്ഡവൻ ആരാണെന്നറിയാതെ തന്റെ വില്ലെടുത്ത് ആക്രമണം തുടങ്ങി. അയാളുടെ ശരങ്ങളെ നിഷ്പ്രഭമാക്കാൻ അർജുനന് തന്റെ കയ്യിലുള്ള തീപ്പന്തം തന്നെ ധാരാളമായിരുന്നു. എന്നിട്ടും ഗന്ധർവൻ ആക്രമണം നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അർജുനൻ ആഗ്നേയാസ്ത്രം തിരിച്ച് അയാൾക്ക് നേരെ പ്രയോഗിച്ചു. ആഗ്നേയാസ്ത്രത്തിന്റെ ജ്വാലയിൽ അയാളുടെ തേര് കത്തിയെരിഞ്ഞപ്പോൾ അതിൽ നിന്നും താഴേക്ക് വീണ ഗന്ധർവനെ അർജുനൻ മുടിയിൽ കുത്തിപ്പിടിച്ച് യുധിഷ്ഠിരന്റെ കാൽക്കീഴിൽ കൊണ്ടിട്ടു. അത് കണ്ട ഗന്ധർവന്റെ ഭാര്യ ഭയന്ന് നിലവിളിച്ച് യുധിഷ്ഠിരന്റെ അടുത്തെത്തി അദ്ദേഹത്തെ വിട്ടയക്കാൻ അപേക്ഷിച്ചു. അലിവ് തോന്നിയ യുധിഷ്ഠിരൻ അർജുനനോട് അയാളെ വെറുതെ വിട്ടേക്കുവാൻ നിർദ്ദേശിച്ചു. സ്വതന്ത്രനായ ഗന്ധർവനാവട്ടെ അർജുനന്റെ കഴിവിൽ അതിയായ മതിപ്പ് തോന്നി. ഇനി എന്നും അർജുനന്റെ സഖ്യം തനിക്ക് വേണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ശേഷം അർജുനനോട് പറഞ്ഞു, എനിക്ക് പ്രാണദാനം നൽകിയതിന് നന്ദി. പകരമായി ഞാൻ അങ്ങേക്ക് ചാക്ഷുഷി വിദ്യ ഉപദേശിച്ചു നൽകാം. 3 ലോകങ്ങളിലും ഇച്ഛിക്കുന്നതെന്തും കാണുവാൻ സഹായിക്കുന്നതാണ് ഈ വിദ്യ. അതിനു പുറമെ അങ്ങേക്കും സഹോദരങ്ങൾക്കും ഗന്ധർവരാജ്യത്തുണ്ടായ 100 അശ്വങ്ങളെയും ഞാൻ തരുന്നതാണ്. ദിവ്യമായ ആ അശ്വങ്ങൾക്ക് എത്ര ഭാരം വഹിച്ചാലും ക്ഷീണമുണ്ടാകുന്നതല്ല. ഗന്ധർവനിൽ നിന്നും ചാക്ഷുഷി വിദ്യ സ്വീകരിച്ച അർജുനൻ പകരമായി അദ്ദേഹത്തിന് ആഗ്നേയാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു. പിന്നെ തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ അശ്വങ്ങളെ ആവശ്യമുള്ളപ്പോൾ തങ്ങൾ വാങ്ങിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് പരസ്പരം സഖ്യം ചെയ്ത് പിരിഞ്ഞു. പിരിയാൻ നേരം ഈ വനത്തിൽ ദൗമ്യൻ എന്നു പേരായ ഒരു താപസി വസിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തെ ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തെ പുരോഹിതനായി സ്വീകരിച്ച് പാഞ്ചാലത്തിലേക്ക് യാത്ര തുടരുന്നതായിരിക്കും നല്ലതെന്നും ഗന്ധർവൻ അവരെ അറിയിച്ചു. അതുപ്രകാരം പാണ്ഡവർ ദൗമ്യനെ ചെന്ന് കാണുകയും അദ്ദേഹത്തോട് തങ്ങളുടെ പുരോഹിതനാവണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം ആ അപേക്ഷ സ്വീകരിച്ച് അവർക്കൊപ്പം പാഞ്ചാലത്തിലേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് നാനാദേശങ്ങളിൽ നിന്നും പാഞ്ചാലത്തിലേക്ക് യാത്ര ചെയ്യുന്നവരെ കണ്ട് അവരോടൊപ്പം തന്നെ പാണ്ഡവരും പുരോഹിതനും യാത്ര തുടർന്നു. തങ്ങൾ ഏകചക്രയിൽ നിന്നും വരുന്ന ബ്രാഹ്മണരാണെന്നാണ് എല്ലാവരോടും പാണ്ഡവർ പറഞ്ഞത്. പാഞ്ചാല രാജ്യത്തിൽ എത്തിയപ്പോൾ അമ്മയ്ക്ക് അസൗകര്യമുണ്ടാകാതിരിക്കുവാനായി ഒരു ഗൃഹം കണ്ടെത്തി അവിടെ താമസം തുടങ്ങി. കുമാരിയുടെ സ്വയംവരത്തിന് പിന്നെയും 15 നാളോളം ബാക്കിയുള്ളതിനാൽ അതുവരെയും ഭിക്ഷയെടുത്ത് ജീവിക്കുവാനും അവർ തീർച്ചപ്പെടുത്തി. കൊട്ടാരത്തിലാവട്ടെ സ്വയംവരത്തിന്റെ കാര്യങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ദ്രുപദ രാജാവിന്റെ മുഖത്ത് മാത്രം ഒരു തെളിച്ചമുണ്ടായിരുന്നില്ല. മകളെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കണമെന്നായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പോഴാണ് അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവരെല്ലാം മരണപ്പെട്ടു എന്ന വാർത്ത നാട് മുഴുവനും പരക്കുന്നത്. അദ്ദേഹം അത് മുഴുവനായും വിശ്വസിച്ചിരുന്നില്ല. തന്റെ ദൂതന്മാരെ വിട്ട് എല്ലായിടങ്ങളിലും തിരഞ്ഞു നോക്കി. പക്ഷേ നിരാശയായിരുന്നു ബലം. എങ്കിലും ദ്രൗപദിയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യവുമില്ലായിരുന്നു. ഒടുവിൽ സ്വയംവരത്തോടനുബന്ധിച്ച് ഒരു പരീക്ഷണം ഏർപ്പെടുത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ആർക്കും എളുപ്പത്തിൽ എടുത്തു കുലക്കുവാൻ കഴിയാത്ത സുദൃഢമായ ഒരു വില്ലും ആകാശത്തിൽ നിൽക്കുന്ന കൃത്രിമമായ ഒരു യന്ത്രവും ആ യന്ത്രത്തിനകത്ത് ഒരു ലക്ഷ്യവും സ്ഥാപിച്ചു. ആ യന്ത്രത്തിന്റെ പഴുതിലൂടെ ഒരുമിച്ച് ഒരേ സമയം 5 ബാണങ്ങളെ ഇതിൽ ലക്ഷ്യം ഭേദിക്കുന്നവന് മാത്രമേ ദ്രൗപദിയെ വിവാഹം ചെയ്തു നൽകൂ എന്നും വിളംബരം ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞു. സ്വയംവര നാളുമെത്തി. പല രാജ്യങ്ങളിൽ നിന്നും അണിഞ്ഞൊരുങ്ങി എത്തിയ രാജാക്കന്മാരെല്ലാവരും തന്നെ സ്വയംവര മണ്ഡപത്തിനുള്ളിൽ സ്ഥാനം പിടിച്ചു. മണ്ഡപത്തിന്റെ മറ്റൊരു ഭാഗത്തായി ചടങ്ങുകൾ കാണാനെത്തിയ ബ്രാഹ്മണർക്കായും ഇരിപ്പിടം ഏർപ്പെടുത്തിയിരുന്നു. യഥാസമയമായപ്പോൾ ധൃഷ്ടദ്യുമ്നൻ സഹോദരിയുമായി മണ്ഡപത്തിലെത്തി ചടങ്ങുകളെക്കുറിച്ച് എല്ലാവരും കേൾക്കെ വിവരിച്ചു.
പരീക്ഷയിൽ പങ്കെടുത്ത് ലക്ഷ്യം ഭേദിച്ച് വിജയിയാവുന്ന ആൾക്ക് മാത്രമേ ദ്രൗപദിയെ വിവാഹം ചെയ്തു നൽകൂ എന്നും പറഞ്ഞു. എല്ലാം കേട്ട രാജാക്കന്മാരെല്ലാവരും അക്ഷമരായി തങ്ങളുടെ ഊഴത്തിനായി കാത്തിരുന്നു. ശേഷം ഓരോരുത്തരായി അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും വന്ന് വില്ലെടുത്ത് കുലക്കുവാൻ ഒരുങ്ങി. ദുര്യോധനൻ, ശകുനി, സാലുവൻ, ശല്യൻ, അശ്വത്ഥാമാവ്, കലിംഗൻ, പാണ്ഡ്യൻ മുതലായവരെല്ലാവരും തന്നെ ശ്രമിച്ചു നോക്കിയെങ്കിലും വില്ലെടുത്ത് പൊക്കുവാൻ പോലും സാധിക്കാതെ അപമാനിതരായി മടങ്ങേണ്ടി വന്നു. ശേഷം വീരനായ കർണൻ തന്റെ സ്വതസിദ്ധമായ ഗാംഭീര്യത്തോടെ വന്ന് വില്ലെടുത്ത് കുലച്ച് ലക്ഷ്യം ഭേദിക്കുവാനായി ഒരുങ്ങി നിന്നു. അദ്ദേഹം ലക്ഷ്യം ഭേദിക്കുമെന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ചിരുന്നു. എന്നാൽ ദ്രൗപദി എല്ലാവരും കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു സൂതനെ വരിക്കുകയില്ല. അത് കേട്ട കർണൻ അപമാനിതനായ വിഷമത്തോടെ വില്ല് താഴെ വെച്ച് മടങ്ങി. ശേഷം ശിശുപാലനും ജരാസന്ധനും വന്ന് വില്ല് കുലച്ച ശേഷം ശരമെയ്യുവാൻ ശ്രമിച്ചെങ്കിലും മുട്ടുകുത്തി വീണ് മുറിവ് പറ്റി പിൻവാങ്ങി. അങ്ങനെ വന്ന ക്ഷത്രിയന്മാർക്ക് ആർക്കും തന്നെ പരീക്ഷയിൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ല. സ്വയംവരം മുടങ്ങിപ്പോകുമോ എന്നോർത്ത് പലരും പരിഭ്രാന്തരായി പരസ്പരം നോക്കി നിന്നു. എല്ലാം കണ്ടുകൊണ്ട് അവിടെ ശ്രീകൃഷ്ണനും ഇരിപ്പുണ്ടായിരുന്നു. രാജാക്കന്മാരും ക്ഷത്രിയ കുമാരന്മാരുമെല്ലാം പിന്മാറിയപ്പോൾ അതുവരെ ബ്രാഹ്മണർക്കൊപ്പം ഇരുന്ന് ഇതൊക്കെ വീക്ഷിക്കുകയായിരുന്ന അർജുനൻ പതിയെ എഴുന്നേറ്റ് വില്ലിനടുത്തേക്ക് ചെന്നു. അത് കണ്ട ബ്രാഹ്മണർ തന്നെ പരസ്പരം ഓരോന്ന് പറഞ്ഞു വാദിക്കുവാൻ തുടങ്ങി. ക്ഷത്രിയർക്ക് സാധിക്കാത്ത വെല്ലുകുലയ്ക്കുവാൻ ഒരു ബ്രാഹ്മണന് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് ഒരു കൂട്ടർ. എന്നാൽ അങ്ങനെയല്ല, പരശുരാമനെ പോലെ അതിതേജസ്വികളും ആയോധന കലയിൽ അതിസമർത്ഥരുമായ കുമാരന്മാർ ബ്രാഹ്മണർക്കിടയിലുമുണ്ടെന്നും അർജുനന്റെ ആത്മവിശ്വാസം കണ്ടാൽ തന്നെ അവനതിൽ വിജയിക്കുമെന്ന് ഉറപ്പാണെന്നും മറ്റൊരു കൂട്ടർ. അങ്ങനെ ബ്രാഹ്മണർ പരസ്പരം വാദിച്ചുകൊണ്ടിരിക്കവേ, ക്ഷത്രിയർ പുച്ഛത്താൽ പരിഹസിച്ചുകൊണ്ടിരിക്കവേ അതൊന്നും കാര്യമാക്കാതെ അർജുനൻ വില്ലിനരികിലെത്തി അതിനെ ഒന്ന് വന്ദിച്ചു നിന്നു. ശേഷം അതിനെ നിഷ്പ്രയാസം എടുത്തു കുലച്ചു. കണ്ടു നിൽക്കുന്നവർക്ക് ഒന്ന് ആലോചിക്കുവാൻ പോലും സമയം കിട്ടുന്നതിന് മുന്നേ തന്നെ 5 ശരങ്ങളും കയ്യിലെടുത്ത് എയ്ത് ലക്ഷ്യവും ഭേദിച്ച് താഴെ വീഴ്ത്തി. അത് കണ്ട ബ്രാഹ്മണരുടെ ഇടയിൽ വലിയ ആർപ്പുവിളികളുണ്ടായി. രണ്ടാമതൊന്ന് ആലോചിക്കാതെ ദ്രൗപദി മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി വന്ന് പരീക്ഷയിൽ വിജയിച്ച അർജുനനെ വരണമാര്യം ചാർത്തി. അർജുനൻ ദ്രൗപദിയുടെ കൈപിടിച്ച് അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ അത് കണ്ട ക്ഷത്രിയർ കോപാകുലരായി ദ്രുപദനു നേരെ തിരിഞ്ഞു. ഇത്രയും ക്ഷത്രിയ കുമാരന്മാർ ഇവിടെയിരിക്കവേ രാജകുമാരി ഒരു ബ്രാഹ്മണനെ വിവാഹം ചെയ്തത് ഒരപരാധമാണെന്ന് വാദിച്ചു. അതിലൂടെ ദ്രുപദനും തങ്ങളെ അപമാനിച്ചിരിക്കുകയാണെന്നും തങ്ങളിൽ ഒരാളെ വിവാഹം ചെയ്യാത്ത പക്ഷം ദ്രൗപദിയെ പിടിച്ചു കെട്ടി അഗ്നിയിലേക്ക് എറിയണമെന്നും അവർ ആക്രോശിച്ചു. എല്ലാം കണ്ട് പരിഭ്രമിച്ചു പോയ ദ്രുപദനെ നോക്കി അർജുനൻ പറഞ്ഞു, അങ്ങൊട്ടും പരിഭ്രമിക്കേണ്ടതില്ല. യുദ്ധസന്നദ്ധരായി വരുന്ന ഇവരെ ഞങ്ങൾ നേരിട്ട് കൊള്ളാം. ശേഷം അർജുനൻ പുറത്തു വന്ന് യുദ്ധത്തിനായി ഒരുങ്ങി നിന്നു. ഭീമനാവട്ടെ അവിടെ നിന്നിരുന്ന ഒരു മരം തന്നെ വേരോടെ പിഴുതെടുത്ത് ആക്രമണത്തിനായി ഒരുങ്ങി നിന്നു. കൂടെ വന്നിരുന്ന ബ്രാഹ്മണരും അവർക്ക് പിന്നിൽ നിലയുറപ്പിച്ചു. അത് കണ്ട ഭീമാർജുനന്മാർ അവരെ നോക്കി പറഞ്ഞു, വിപ്രശ്രേഷ്ഠരെ, നിങ്ങൾ കാണികളായി നിന്നുകൊള്ളൂ. ഇവരെ ഞങ്ങൾ എതിർത്ത് നിന്നുകൊള്ളാം. ശേഷം വലിയൊരു യുദ്ധം തന്നെ നടന്നു. കർണൻ അർജുനനോട് നേരിട്ടേറ്റുമുട്ടി. ശല്യർ ഭീമനോടും മറ്റുള്ള രാജാക്കന്മാരും ദുര്യോധനനും അവർക്കൊപ്പം നിന്നു. ഭീമൻ ശല്യരെ നിഷ്പ്രയാസം തോൽപ്പിച്ചു. ഏറെ പൊരുതിയിട്ടും വിജയിക്കുവാൻ കഴിയാതെയായപ്പോൾ കർണൻ യുദ്ധത്തിൽ നിന്നും പിന്മാറി. അവർ രണ്ടുപേരും ഒഴിവായപ്പോൾ തന്നെ മറ്റുള്ളവരുടെയും ആവേശം കെട്ടടങ്ങി. ഇത്രയും കരുത്തരായ കുമാരന്മാർ ആരാണെന്നറിയുവാനുള്ള കൗതുകത്തിൽ എല്ലാവരും പാണ്ഡവർക്ക് ചുറ്റും കൂടി നിന്നു. കൃഷ്ണനും അവർക്കിടയിലേക്ക് ഇറങ്ങി വന്ന് യുദ്ധം മതിയാക്കുവാൻ ആവശ്യപ്പെട്ടു. ശേഷം രാജാക്കന്മാരെല്ലാവരും പിരിഞ്ഞുപോയി. ബ്രാഹ്മണ വേഷധാരികളായ പാണ്ഡവരും പാഞ്ചാലിയോടൊപ്പം തന്നെ തങ്ങളുടെ വാസസ്ഥലത്തേക്ക് പോയി. പക്ഷേ ബ്രാഹ്മണർ യഥാർത്ഥത്തിൽ ആരാണെന്നറിയാത്തതിനാൽ ദ്രുപദ രാജാവ് വല്ലാതെ വിഷമിച്ചിരുന്നു. തുടർന്നുള്ള വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.